ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുള്ളത് കിഴക്കമ്പലത്താണ്. 3 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു വീട്. 3 ബെഡ്റൂമുകളാണ് വീടിന് വരുന്നത്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് വീട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എലവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വരുന്നത്. ഒരു ഫ്യൂഷൻ ഡിസൈനിലാണ് വീട് വരുന്നത്. ഒരു ഭാഗത്ത് ബാൽക്കണി കാണാം, ഒരു ഭാഗത്ത് 2 ഭാഗത്തും ബാൽക്കണി തന്നെയാണ്. ഒരു ബാൽക്കണി റൂമിൽ നിന്ന് ഇറങ്ങുന്ന ബാൽക്കണിയാണ്, ഒരു ബാൽക്കണി അപ്പർ ലിവിങ് സ്പേസിൽ നിന്നും ഇറങ്ങുന്ന ബാൽക്കണി. സ്ക്വയർ ട്യൂബിൻ്റെ ധാരാളം ഡിസൈനുകൾ കാണാം. ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്ക്വയർ ട്യൂബും സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിലാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു എലവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഏകദേശം 10ഓളം വില്ലകളാണ് ഈ വില്ലയിൽ വരുന്നത്. ഇവിടെ ഇനി ഈ ഒരു വീട് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളതാണ് മതിൽ വരുന്നത്. ഇവിടെ ഈ ജാളികൾ കൊടുത്തിട്ടുണ്ട്, ടെറാക്കോട്ട ജാളികൾ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് സ്ലൈഡിങ്ങിലാണ് വരുന്നത്. ഇവിടെ GI ഷീറ്റിൽ CNC മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് കാണാം. സ്ലൈഡിങ് ഗേറ്റ് വീടിൻ്റെ മതിലിൻ്റെ പുറത്തുകൂടി സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു പെഡസ്റ്റൽ ഗേറ്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കാർ പോർച്ചാണ്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ കാർ പോർച്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. എൻ്റെ പുറകിലൊരു ജനൽ കാണാം. അവിടെ മറ്റേ ഫ്രഞ്ച് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ മുകൾ ഭാഗത്ത് നമുക്ക് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. ഈ പില്ലറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സ്ക്വയർ ട്യൂബിൽ ഒരു ചെറിയ ഡിസൈൻ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ സിറ്റ് ഔട്ടിൻ്റെ ഭാഗമായിട്ടൊരു പില്ലർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 വീലറുകൾ പാർക്ക് ചെയ്യാൻ മാത്രമുള്ള സൗകര്യമാണ് ലഭ്യമാകുന്നത്. ഏകദേശം ഒരു 2 മീറ്ററോളം സ്പേസ് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇവിടെയും ജനൽ വരുന്നുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിണർ വെള്ളവും വാട്ടർ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. 2 സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ ടെക്സ്ചർ വർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ. ഇവിടെ ചെറിയ ഗ്ലാസിൻ്റെ പോർഷൻ നൽകിയിട്ടുണ്ട്. 2 ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ. 2 ഹാൻഡിലും നൽകിയിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വരുന്നത്. ഇത് തുറന്നാൽ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. എൽ ഷേപ്പിലാണ് ഇങ്ങോട്ട് വരിക. ഇവിടുന്ന് അറ്റാച്ച്ഡ് തന്നെയാണ് ഡൈനിങ് സ്പേസും വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിൽ വരുന്ന ഒരു ഫ്ലോർ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെട്രിഫൈഡ് ടൈലാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ബോർഡർ വർക്കുകൾ നമുക്ക് കാണാം. ഇത് നമ്മൾ കണ്ട ജനൽ കാർ പോർച്ചിൻ്റെ പുറകിലുള്ള ജനലാണ്. ഇവിടെയും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ TV യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് വൈറ്റ് വുഡൻ കോമ്പിനേഷനിലാണ് ഇവിടെ വരുന്നത്. സെൻറ്റർ ഭാഗത്ത് ബ്ലാക്ക് കളറാണ് വരുന്നത്. PVC ലാമിനേഷൻ ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ PVC ലൂവേഴ്സ് വരുന്നുണ്ട്. ഇവിടെ വാൾ പേപ്പറുകൾ ഒട്ടിച്ചിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാം. ഇവിടെ ഡെക്കറേറ്റീവ് ഐറ്റംസ് വയ്ക്കാവുന്ന സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്ക് വളരെ സിമ്പിളാണ്. സെൻറ്റർ ഭാഗത്ത് വുഡൻ ഡിസൈൻ വരുന്നുണ്ട്. കോവ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് ഇങ്ങോട്ട് വന്നാൽ ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെയും വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ വാഷ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലായിട്ട് ഒരു 3 പാളി ജനലാണ് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ഫോൾ സീലിംഗ് മനോഹരമായിട്ടാണ് നൽകിയിരിക്കുന്നത്. അത് മൾട്ടിവുഡിലാണ്. മൾട്ടിവുഡിൽ CNC മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. വാൾപേപ്പറാണ് ഈ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നത്. വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ നല്ല മനോഹരമായി തന്നെയാണ് നൽകിയിരിക്കുന്നത്. സെറയുടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ഭാഗത്ത് ഒരു മിറർ വരുന്നുണ്ട്. ഇവിടെ ഒരു ലൂവർ പാറ്റേൺ ആണ് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടവൽ റോഡ് കാണാം. ഈ ടേബിൾ ടോപ്പ് വരുന്നത് വൈറ്റ് കളർ ടൈലാണ്. ഇവിടെ വാനിറ്റി കൗണ്ടറും നൽകിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ തന്നെയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് അത് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും താഴെ സ്റ്റോറേജ് സ്പേസുകൾ കാണാം. ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ ഒരെണ്ണം കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. വരാം നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോൾ L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. ഇത് ഫുൾ ബോഡി ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് അതിന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സിങ്കാണ്. മാറ്റ് ഫിനിഷുള്ള സിങ്കാണ്, ഹാൻഡ് മെയ്ഡ് സിങ്ക്. ഇവിടെ വരുമ്പോൾ വാൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഗ്രേ കളർ ഫിനിഷിലാണ് കബോർഡുകൾ വരുന്നത്. ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിലുകളാണ്. ഇവിടെ ഒരു 3 പാളി കിച്ചൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കിച്ചന് പുറമെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. അത് വരുന്നത് ഇവിടെയാണ്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നമുക്കുള്ളത്. ആ ബെഡ്റൂമിൻ്റെ ഡോറാണിത്. ഡോറ് വരുന്നത് മഹാഗണി വുഡിലാണ്.
മെയിൻ ഡോറ് തുറന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് ഈ ജനൽ തന്നെയാണ് ഏറ്റവും ആകർഷിക്കുന്നത്. ഒരു കണ്ടംപററി ഡിസൈനിലുള്ള ജനൽ വരുന്നുണ്ട്. ഇവിടെ രണ്ട് ഭാഗത്തും ഓരോ പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം ബോർഡർ വർക്കുകൾ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണിത്. ഇവിടെ വരുമ്പോൾ വാർഡ്രോബ്, ഇവിടെ ഡ്രസ്സിങ് ഏരിയ, ഒരു മിററും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഈ വാർഡ്രോബ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളിലെല്ലാം ഒരേ ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ്. മുകളിൽ ലൂവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അവിടെ സിലിണ്ടറിക്കൽ LED ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂമിൻ്റെ ഡോറ്. FRP ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് വരുന്നത്. ഇവിടെ മുകളിൽ ഷവർ കൊടുത്തിട്ടുണ്ട്. അത് സീലിങ്ങിൽ നിന്ന് തന്നെയാണ് ഷവർ വരുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിംഗ്സ്. ഇവിടെ കൺസീൽഡ് ഫ്രഷ് ടാങ്ക് വരുന്നുണ്ട്. കയറി വരുമ്പോൾ വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് വരുമ്പോൾ ആദ്യം സ്റ്റെപ്പാണ്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലാണ്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകളും അവിടെ വരുന്നുണ്ട്. മുകളിലേക്ക് പോകാം. നല്ല ഭംഗിയുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. നല്ല നീളത്തിലുള്ള വലിയ സ്പേസാണ് അപ്പർ ലിവിങ് സ്പേസ് ആയിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ഷാൻലിയർ കൊടുത്തിരിക്കാനായി കാണാം. ഈ ഭാഗത്ത് ഡബിൾ ഹൈറ്റാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റഡി ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തേക്ക് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയാണ് ഈ സ്പേസ് വരുന്നത്. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ വാതിൽ തുറന്നാൽ നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. വാതിൽ തുറന്ന് ആ സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലേക്കും പോകാവുന്നതാണ്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് 2 ബെഡ്റൂമുകളിലേക്കുമുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്കാണ് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നത്. 2 ബാൽക്കണിയും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ 2 ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ഏകദേശം ഈ ബെഡ്റൂം വരുന്നത്. 2 വശത്തും ജനൽ വരുന്നുണ്ട്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. അതിന് മുമ്പ് നമുക്ക് വാർഡ്രോബ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നതായി കാണാം. 3 പാളിയുള്ള വാർഡ്രോബ്, ഒരു ഡ്രസ്സിങ് ഏരിയയും വരുന്നുണ്ട്. ബാത്റൂം ഇവിടെയാണ് വരുന്നത്. FRP ഡോറുകൾ തന്നെയാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. വെറ്റും ഡ്രൈയുമായിട്ട് ബാത്റൂം തിരിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഒരു ബാൽക്കണി കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ബാൽക്കണി. ഇനി നമ്മൾ പോകുന്നത് 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ആ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. എല്ലാ ബെഡ്റൂമുകൾക്കും ഏകദേശം സെയിം വലിപ്പം തന്നെയാണ് വരുന്നത്. എൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ജനൽ മാത്രമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കണ്ട ചെറിയ കളർ പാറ്റേണിൽ മാത്രം വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബാത്റൂം നൽകിയിരിക്കുന്നത് നീളത്തിലാണ്. നേരത്തെ കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. മുകളിലാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്ത് ക്ലോസറ്റ് വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ. ഈ ബെഡ്റൂമിനോട് ചേർന്ന് നമുക്കൊരു ബാൽക്കണി കൂടി അവൈലബിൾ ആണ്. ഇതാണ് മെയിനായിട്ടുള്ള ബാൽക്കണി. വലിയ ബാൽക്കണി വരുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്കൊരു റൗണ്ട് ഷേപ്പിലൂടെ ഡിസൈൻ വർക്ക് കാണാം. സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് MS-ലാണ്. ഇവിടെ ലൂവർ ഡിസൈൻ പാറ്റേൺ PVC ലൂവർ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ സിലിണ്ടറിക്കലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് താഴ്ത്തു വരുന്നതാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാറി ഒരു 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 3 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് വില്ല വരുന്നത്. ഈ വില്ലയുടെ വില 66 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.